നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനൊക്കെ ദൈവാത്മാ ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു. നാട്ടിൽ പോയിട്ട് അല്പം പോലും വിശ്രമമില്ലായിരുന്നു. ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. നിങ്ങളെല്ലാവരും അവൻ്റെ പുറകെ പ്രാർത്ഥിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന നാട്ടിലായിരിക്കുമ്പോഴും അവൻ്റെ പ്രവൃത്തികൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഈ വരുന്ന മാസം പോലും ചില ഡേറ്റുകൾ വന്നു. പക്ഷേ ഇവിടേക്ക് വരണമെന്നൊരു നിയോഗം എൻ്റെ അകത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. കർത്താവ് വലിയവനാണ്. ഈ നമ്മുടെ ഒപ്പം നമ്മൾ മിണ്ടാതിരിക്കാൻ ദൈവം നമ്മളോട് പറയുമ്പോൾ മിണ്ടാതിരിക്കണം. സംസാരിക്കാൻ പറയുമ്പോൾ നമ്മൾ സംസാരിക്കണം. ഈ നമ്മുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തെയും വെളിപ്പാടിനെയൊക്കെ തെളിയിക്കുന്നത് നമ്മുടെ ദൗത്യമല്ല, അത് ദൈവത്തിൻ്റെയാണ്. അത് ദൈവം എവിടെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ തെളിയിക്കും. അത് അബുദാബിയിൽ ദൈവം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അബുദാബിയിൽ തെളിയിക്കും. അത് കേരളത്തിൽ ദൈവം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ കർത്താവ് തെളിയിക്കും. അത് നോർത്ത് ഇന്ത്യയിൽ ദൈവം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ തെളിയിക്കും. എനിക്കറിയാം, ഇതിൻ്റെ അകത്ത് കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ വളരെ സ്നേഹത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ സമയത്തിന് മുന്നേ നിങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കരുത്. ഹലോ, ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഉപയോഗപ്പെടാനുള്ള എല്ലാ സാധ്യതകളും പൗലോസിനുണ്ടായിരുന്നു. കർത്താവിൽ നിന്ന് ശക്തമായ വെളിപ്പാട് പ്രാപിക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷെ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ പ്രസംഗിക്കാൻ നിന്നില്ല, മിണ്ടാതിരുന്നു. നിങ്ങൾക്ക് ആർക്കും സന്തോഷമില്ല? സ്തോത്രം. ഹലോ, അപ്പം പരിശുദ്ധാത്മാവ് അനുവദിക്കാതെ ഒന്നും ചെയ്യാൻ വരുന്നാൽ മതി. പരിശുദ്ധാത്മാവ് ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവശബ്ദമാണ് പ്രിയപ്പെട്ട അജിത്തച്ചായൻ പറഞ്ഞത്. അതിപ്പോൾ ആവശ്യമായിരുന്നു. ഇപ്പം നമ്മൾ അത് കേൾക്കണമായിരുന്നു, ആ ദൈവശബ്ദം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നേൽപ്പിച്ച് നമ്മളോട് പറയിപ്പിച്ചു. അത് നമ്മുടെ മേൽ വലിയ ബലമായിട്ട് വ്യാപരിച്ചു. അത് നമ്മുടെ മേൽ ശക്തിയായി വ്യാപരിച്ചു. അത് നമ്മെ ഉറപ്പിച്ചു. അത് നമ്മെ ബലപ്പെടുത്തി. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവാത്മാവ് അനുവദിക്കാത്ത ഒരു ശുശ്രൂഷയും എനിക്ക് ചെയ്യേണ്ട, ദൈവാത്മാവ് അനുവദിക്കാത്തൊരു വാക്ക് എനിക്ക് പറയണ്ട. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിൽ നമ്മൾ പുറത്തു വരാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ദൈവം നമ്മെ പുറത്തു കൊണ്ട് വന്നിരിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ചിലരോട് ആത്മാവിൽ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിയമിച്ചൊരു സമയമുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്. ആ സമയം നിങ്ങൾ മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ഒരു വെളിപ്പാടിൽ ചലിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ഒരു വെളിപ്പാടിൽ ചലിച്ചാൽ എന്താണ് പ്രയോജനം? നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല, നമ്മൾ അസ്വസ്ഥരാകത്തില്ല, നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകത്തില്ല. ഹലോ, അതുകൊണ്ട് ആ ഒരു ആത്മബലത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ തുറക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടെല്ലാവരോടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. ഞാനീ പറയുന്നത് ഒരു പാഴ്വാക്കല്ല പറയുന്നത്. അത്രമാത്രം ദൈവസാന്നിധ്യം നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ പ്ലാൻ ചെയ്തു പോയത് വേറെ എന്തൊക്കെയാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. എൻ്റെ ഷെഡ്യൂളുകളൊക്കെ ദൈവം ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ദൈവത്തിൻ്റെ ഷെഡ്യൂൾ എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും യേശു ഉപയോഗിക്കും. നിങ്ങളെല്ലാവരും യേശു എഴുന്നേൽപ്പിക്കും. നിങ്ങളൊരിക്കലും മടുത്തു പോകരുത്. നിങ്ങളുടെ ആവേശം കുറയരുത്. നിങ്ങളുടെ തീഷ്ണത കുറയരുത്. നിങ്ങളുടെ എരിവ് ഒരിക്കലും കുറയരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ വചനം ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കണം. ഉപവസിക്കാൻ ദൈവം നിയോഗം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപവസിച്ചുകൊണ്ടിരിക്കണം. ആരാധിക്കാൻ നിയോഗം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഈ ചർച്ച് വന്ന് ഈ കസാര എടുത്തിടാൻ ഒരു നിയോഗം തരുന്നുണ്ടെങ്കിൽ മടുപ്പില്ലാതെ അത് ചെയ്യണം. ഇവിടത്തെ മീഡിയയിലിരുന്ന് വർക്ക് ചെയ്യാൻ ദൈവം ഒരു നിയോഗം തരുന്നുണ്ടെങ്കിൽ അത് മടുപ്പില്ലാതെ ചെയ്യണം. ഹലോ, നിങ്ങൾ ഒരു ദിവസം യേശു പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ പേരിനെ യേശു പ്രസിദ്ധമാക്കും. നിങ്ങളുടെ അതിരുകളെ യേശു വിശാലമാക്കും. ഹല്ലേലൂയ. നിങ്ങളെ യേശുപ്പ മാനിക്കും. നിങ്ങളെ യേശുപ്പ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അവനെ ഉറച്ചു വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. മിണ്ടാതിരിക്കാനൊരു സമയമുണ്ടെങ്കിൽ സംസാരിക്കാനൊരു സമയമുണ്ട്.
പ്രാർത്ഥിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ശക്തമായി ദൈവരാജ്യത്തിനകത്ത് ഉപയോഗപ്പെടാൻ ഒരു സമയമുണ്ട്. അതുകൊണ്ട് ദൈവിക നിയോഗങ്ങളെ വാസ്തവത്തിൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ചലിക്കുന്ന ഒരു ജനറേഷനെയാണ് ഈ എൻഡ് ടൈമിൽ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓ താങ്ക് യു ജീസസ്. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകട്ടെ, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകട്ടെ, അങ്ങനെ ഒരു വെളിപ്പാട് നമുക്കുണ്ടാകട്ടെ, അങ്ങനെ ഒരു ദർശനം നമുക്കുണ്ടാകട്ടെ. ഓ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചിൻ്റെ അകത്തിരുന്ന് ഒരുപാട് പേരെ ദൈവാത്മാവ് പുറത്തെടുക്കാൻ പോവുകയാണ്. അനേകരെ യേശു ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ശക്തന്മാരായ പ്രവാചകന്മാരുണ്ട്, ഇതിനകത്ത് ശക്തന്മാരായ പ്രവാചകിമാരുണ്ട്, ഇതിനകത്ത് ശക്തന്മാരായ ഉപദേഷ്ടാക്കന്മാരുണ്ട്. കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇത് എഴുന്നേൽപ്പിൻ്റെ ദിവസങ്ങളാണ്. ഇത് ദൈവത്തിന് വേണ്ടി നാം ഉപയോഗിക്കപ്പെടുന്ന ദിവസങ്ങളാണ്. ഇത് ശക്തമായി നാം പ്രവചിക്കുന്ന ദിവസങ്ങളാണ്. അനേകരോട് ദൈവം നമ്മുടെ മേൽ കൈമാറിയ ദൈവിക വെളിപ്പാടുകളെ കൈമാറുന്ന ദിവസങ്ങളാണ്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറി ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറി ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പുള്ള ഒരിക്കലും ഇത് വാഗ്ദത്തത്തിന്റെ മഹത്വത്തിന്റെ ദിവസങ്ങളാണ്. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ദിവസങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഒരുപാട് സാക്ഷ്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുന്നു. ആമേൻ. കർത്താവ് വലിയവ ചെയ്യുമെന്ന് ഉറപ്പുള്ള വലിയവ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരിക്കലും കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് നമുക്ക് അല്പ മിനിറ്റുകൾ ചിന്തയ്ക്ക് ആധാരം ഒരു വേദഭാഗം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അല്ല, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമായൊരു വേദഭാഗമാണ്. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടവര് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണത് അല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയാണ് യേശുവിനെ അനുഗമിക്കുന്നത്? നമ്മൾ ഉയരാൻ ഒരു സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത്. നമ്മൾ നന്മ പ്രാപിക്കാൻ ഒരു സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ആരെ അനുഗമിക്കുന്നത്? യേശുവിനെ അനുഗമിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം തിരുവചനത്തോടുള്ള ബന്ധത്തിൽ ആമേൻ
ദൈവിക മർമ്മത്തെ ഈ നിലയിൽ അഡ്രസ്സ് ചെയ്ത വേറൊരു ദൈവമനുഷ്യൻ ഇല്ലെന്ന് വേണം നമുക്ക് പറയാം. ഈ നിലയിൽ ദൈവിക മർമ്മത്തെ അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം. നമുക്കൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, യേശു എന്നെ മാനിച്ചു, എൻ്റെ അതിരുകളെ വിശാലമാക്കി, എനിക്ക് യേശു പ്രൊമോഷൻ തന്നു. ഹലോ, കർത്താവ് എനിക്ക് കാറ് തന്നു, കർത്താവ് എനിക്ക് വീട് തന്നു, യേശു എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കി, എൻ്റെ ലൈഫിൽ ഞാൻ അസാധ്യമെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ദൈവം എനിക്ക് സാധിപ്പിച്ചു തന്നു. ഞാൻ ഒരിക്കലും തെറ്റാന്നല്ലോ പറയുന്നത്, അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷെ പൗലോസിനെ ശ്രദ്ധിച്ചേ, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം. ഇതെല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ പറയാൻ എളുപ്പമാണ് കേട്ടോ, അതിനെ ഫോളോ ചെയ്യുന്നതാണ് പ്രയാസം. നമുക്ക് പറയാൻ, ഞാൻ ഇവിടെ നിന്ന് വർഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ്. സൈമൺ പ്രസംഗിക്കുമ്പോഴും പറയാൻ എളുപ്പമാണ്, അല്ലേ? പക്ഷെ ഇതിനെ ഫോളോ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പൗലോസിൻ്റെ ലൈഫിനെ എടുത്ത് നോക്കിക്കേ. പൗലോസിൻ്റെ ജീവിതത്തിനകത്തില്ലാതെ ഒരു കാര്യം ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല, അല്ലേ? സ്തോത്രം. ആ മനുഷ്യൻ്റെ പ്രസംഗങ്ങൾ ആ മനുഷ്യൻ്റെ അനുഭവമായിരുന്നു. 2, ആ മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കപ്പെട്ട വെളിപ്പാടുകളായിരുന്നു. പൗലോസിനെ സംബന്ധിച്ചോളം യൂട്യൂബിൽ നിന്നല്ല പൗലോസ് പ്രാപിച്ചത്. ആരോ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ അകത്തിരുന്നല്ല പൗലോസ് പ്രാപിച്ചത്. അല്ലെങ്കിൽ ആരുടെയൊക്കെയാണോ ആശയങ്ങളെ ദൈവസഭയ്ക്കകത്ത് തുറന്നു കൊടുക്കാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനല്ല പൗലോസ്. പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ആശയങ്ങൾക്കൊരിക്കലും ജനത്തെ വിടുവിക്കാൻ കഴിയത്തില്ല. നമുക്ക് നല്ല തോട്ട്സ് പറയാൻ പറ്റും, നല്ല ആശയങ്ങൾ പറയാൻ പറ്റും, പക്ഷെ വെളിപ്പാട് പറയണമെങ്കിൽ അതിനല്പം വില കൊടുത്താൽ മാത്രമേ വെളിപ്പാട് പറയാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിലും ഈ ചർച്ചിനകത്ത് ആശയം പറയുന്നവരെ അല്ല ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കുറെ തോട്ട്സ് പറയുന്നവരെ അല്ല ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൈവിക വെളിപ്പാടുകളെ കൈമാറുന്ന ഒരു ജനറേഷനെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. കാരണം നമ്മുടെ ആശയങ്ങൾക്ക് വ്യത്യാസം വരാൻ സാധ്യതകളുണ്ടല്ലേ. നമ്മുടെ ചിന്തകൾക്ക് ആശയം ജനിക്കുന്നത് അറിവിൽ നിന്നാണ്. ഹലോ, തോട്ട്സ് ജനിക്കുന്നത് അറിവിൽ നിന്നാണ്. പക്ഷെ വെളിപ്പാട് ജനിക്കുന്നത് അറിവിൽ നിന്നല്ല. വെളിപ്പാട് ജനിക്കുന്നത് ആത്മാവിൽ നിന്നാണ്. ഇപ്പൊ ദൈവം നമ്മളെ എന്തിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്? ആത്മാവിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയാണ്. വീണ്ടും ഞാൻ ആ പദം ആവർത്തിക്കാം. ആശയങ്ങൾ അറിവിൽ നിന്ന് ജനിക്കുന്നു. ഹലോ, തോട്ട്സുകൾ അറിവിൽ നിന്ന് ജനിക്കുന്നു. പക്ഷെ വെളിപ്പാട് ജനിക്കുന്നവ അറിവിൽ നിന്നല്ല, വെളിപ്പാട് ജനിക്കുന്നവ ആത്മാവിൽ നിന്നാണ്. ഇന്ന് രാത്രി എത്ര പേർ കൊതിക്കുന്നു ആത്മാവിൽ നിന്നുള്ള വെളിപ്പാടുകളെ കൈമാറാൻ? കർത്താവ് എൻ്റെ മേലൊരു കൃപയെ ഇന്ന് രാത്രി അങ്ങ് തുറക്കണമേ. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ തന്നിലൂടെ യേശുവിനെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല. മറിച്ച് എന്താ ചെയ്ത? അവൻ അറേബ്യൻ മരുഭൂമിയിൽ ചെന്ന് കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു, കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഹലോ, ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവിൽ നിന്ന് പ്രാപിക്കണമെന്നും? കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു കൂട്ടം എഴുന്നേറ്റാൽ അവിടെയാണ് ഉണർവുണ്ടാകുന്നത്. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കുന്ന സ്ഥലത്തിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ വീര്യമുള്ള കരം അവിടെയാണ് ചലിക്കുന്നത്. ഓ, താങ്ക് യു ജീസസ്. ഹലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ഇത് ദൈവമായിട്ട് അത്ര ആഴമേറിയ ബന്ധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. പൗലോസിന്റെ ക്രിസ്തീയ ജീവിതത്തെ നിയന്ത്രിച്ചത് ഈ ഭൂമിയിൽ വെളിപ്പെട്ടു വന്ന ഒരു അനുഗ്രഹമല്ലായിരുന്നു. ഹലോ, അതിന്റെ ഏക തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ പൗലോസിന് എല്ലാ സാഹചര്യത്തിലും യേശുവിനെ ആരാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ആ മനുഷ്യൻ ആരെ ആരാധിക്കാൻ കഴിഞ്ഞു? പറ. യേശുവിനെ ആരാധിക്കാൻ കഴിഞ്ഞു. ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ മനുഷ്യനെ ആരെ ആരാധിക്കാൻ കഴിഞ്ഞു? യേശുവിനെ. ഹലോ,
നമ്മുടെ മുമ്പിൽ വഴി അടയ്ക്കപ്പെടുമ്പോൾ ഹൃദയം തുറന്ന് സത്യം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ മുമ്പിൽ വഴികളൊക്കെ അടയ്ക്കപ്പെടുമ്പോൾ ശക്തമായി പാസ്റ്റർ എനിക്ക് ആരാധിക്കാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? എന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെടുമ്പോൾ പാസ്റ്ററെ എനിക്ക് ഭയങ്കര അസാധാരണമായിട്ട് എനിക്ക് യേശുവിനെ ആരാധിക്കാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഹലോ, ഈ ജെന്യൂനായ യേശുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ജെന്യൂനായ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കൂട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അവർ ഉയർച്ചയിൽ യേശുവിനെ ആരാധിക്കും, താഴ്ചയിൽ യേശുവിനെ ആരാധിക്കും, ശൂന്യതയിൽ യേശുവിനെ ആരാധിക്കും, പട്ടിണിയിൽ യേശുവിനെ ആരാധിക്കും, ദാരിദ്ര്യത്തിൽ യേശുവിനെ ആരാധിക്കും, ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവർ യേശുവിനെ ആരാധിക്കും. Oh, thank you, Jesus. Hallelujah. Amen. Thank you, Jesus. അങ്ങനെ ഒരു കൂട്ടം നമ്മുടെ ചർച്ചിനകത്ത് എഴുന്നേൽക്കണം. അങ്ങനെ ഒരു കൂട്ടത്തിൽ ഞാനും ആയിത്തീരണമെന്ന് കൊതിയുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം യേശുവിനെ പ്രസംഗിച്ചവരെ പേരിൽ ബന്ധിക്കപ്പെട്ടു. പിന്നെയും ആ ബന്ധനത്തിനകത്തിരുന്ന് എഴുന്നേറ്റ് യേശുവിനെ എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്ന ഒരു ആത്മീയതയല്ല പൗലോസിന്റെ മേൽ തുറക്കപ്പെട്ടിരുന്നത്. ഹലോ, ബന്ധനത്തിനകത്തിരുന്ന് എഴുന്നേറ്റ് പിന്നെയും ആവേശത്തോടെ യേശുവിനെ ആ മനുഷ്യന് പ്രസംഗിക്കാൻ പറ്റി. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ആഗ്രഹിക്കുന്നത്. ഓ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിന്റെ മർമ്മത്താൽ പൗലോസിനുണ്ടായത് എന്താണ്? ബന്ധനം അല്ലേ? പക്ഷെ ബന്ധിക്കപ്പെട്ടിട്ടും ആവേശം കുറഞ്ഞില്ല, ബന്ധിക്കപ്പെട്ടിട്ടും മടുപ്പുണ്ടായില്ല, ബന്ധിക്കപ്പെട്ടിട്ടും തീഷ്ണത കുറഞ്ഞില്ല, ബന്ധിക്കപ്പെട്ടിട്ടും ഒതുങ്ങിപ്പോയില്ല, ബന്ധിക്കപ്പെട്ടിട്ടും അവൻ എവിടെയും സ്റ്റക്കായില്ല. ബന്ധിക്കപ്പെട്ടിട്ടും വീണ്ടും കർത്താവിനെ എനിക്ക് പ്രസംഗിക്കണം. അവൻ വീണ്ടും പൗലോസിന്റെ അകത്തുള്ള ആഗ്രഹം, എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, എനിക്ക് യേശു എന്ന നാമത്തെ ഉയർത്തണം. അങ്ങനെ കൊതിക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തിരുന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെ സംബന്ധിച്ചോളം ബന്ധനമെന്ന് കേട്ടാൽ പിന്നെ ആ വഴിക്ക് നമ്മൾ പോകത്തില്ല. ഉള്ളത് പറയണം. ബന്ധനമെന്ന് കേട്ട ആ വഴിക്ക് നമ്മൾ പോകത്തില്ല. പോരാട്ടമെന്ന് കേട്ട ആ വഴിക്ക് നമ്മൾ പോകത്തില്ല. അവിടെ ആരോ ഒരു മന്ത്രവാദി എന്നൊന്നും കേട്ട ആ വഴിക്ക് നമ്മൾ പോകത്തില്ല. പക്ഷെ പൗലോസിന്റെ പ്രത്യേകത, അഗബോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ പൗലോസിന്റെ അടുക്കൽ വന്ന് പറയുക, നീ ജെറുസലേമിൽ പോയാൽ ബന്ധിക്കപ്പെടും. റൂട്ട് മാറ്റിയില്ല. ഹലോ, ഗിയർ ചേഞ്ച് ചെയ്തില്ല. എവിടെ ബന്ധിക്കപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞ അവിടെ തന്നെ പൗലോസ് പോയി. ആമേൻ. അവിടെ പ്രവാചകൻ പറഞ്ഞ ബന്ധനം എന്ന ദൈവശബ്ദം നിവർത്തിയായി. പക്ഷെ അവിടെയും പൗലോസിന് യേശുവിനെ പ്രസംഗിക്കാൻ പറ്റി. ഓ, താങ്ക് യു ജീസസ്. പൗലോസിന്റെ മനോഭാവം എന്തായിരുന്നു? പൗലോസിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ക്രിസ്തുവോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ ചിന്താഗതി എന്തായിരുന്നു? ഞാൻ ബന്ധിക്കപ്പെടാനല്ല, മരിക്കാനും റെഡിയാണ്. എനിക്കറിയാം, ജീവിതത്തിൻ്റെ അകത്ത് ഒരുപാട് ആവശ്യങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഈ ദൂത് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ഈ ദൂതിനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കുഴപ്പമില്ല, 2 പേരെ സ്വീകരിച്ചാൽ മതി. 2 പേര്. അതാണ് ഈ മെസ്സേജിന്റെ ജയം. 2 പേര് ഇത് സ്വീകരിച്ചാൽ മതി. 3000 എഴുന്നേൽക്കാൻ 3000 പേരെ അല്ല മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കർത്താവ് ഇരുത്തിയത്. 3000 എഴുന്നേൽപ്പിക്കാൻ 120 പേരെയാണ് കർത്താവ് മാളിക മുറിക്കകത്ത് ഇരുത്തിയത്. ഓ, ഇന്ന് രാത്രിയിലും ഈ ദൈവശബ്ദത്തെ ആത്മാവിൽ സ്വീകരിക്കുന്ന 2 പേർ മതി. അവർ ചരിത്രത്തെ തിരിക്കും. അവർ ദൈവരാജ്യത്തിനകത്ത് ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും. അവരെ അഭിഷക്തമായി ദൈവം ഉപയോഗിച്ചിരിക്കും. ഈ പത്രോസിനെ പോലെ പത്രോസ് പറഞ്ഞു, യേശു മരിക്കുന്ന മുമ്പേ പത്രോസ് പറഞ്ഞു, കർത്താവ് അങ്ങ് എന്ത് ചെയ്യരുത്, മരിക്കരുത്. ഇനി ആരെല്ലാം അങ്ങേ വിട്ടു പോയാലും ഞാൻ അങ്ങേ വിട്ട്. അടുത്ത മിനിറ്റ് എന്ത് ചെയ്തു? പുള്ളിക്കാരെ തള്ളി. ഞാൻ അതാ പറയുന്ന വെളുപ്പമാ.
ഇന്ന് രാത്രി നമ്മൾ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ചുമ്മാ പറച്ചൽ കൊണ്ട് ഒതുങ്ങുന്ന ഒരു ആത്മീകതയല്ല. നിങ്ങളാരെന്നോട് പിണങ്ങരുത്. ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നിനക്കുണ്ടാകുന്ന ആവേശം ഉണ്ടല്ലോ, ആ ആവേശം പുറത്തിറങ്ങുമ്പോൾ നിനക്കുണ്ടായിരിക്കണം. ഹലോ, ഞാൻ പറഞ്ഞു തെറ്റാണോ ശിവനെ? ഈ ചർച്ച് അറ്റ്മോസ്ഫിയർ കൊണ്ടുള്ള ഒരു ആത്മീകതയ്ക്കകത്ത് ഒതുങ്ങാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മാളിക മുറിക്കകത്ത് കയറിയത് അവിടെ 2 കൈ അടിച്ച് അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് അവിടം കൊണ്ട് ഒതുങ്ങുന്ന ഒരു ആത്മീകതയ്ക്കല്ല മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ശിഷ്യന്മാരെ ദൈവം കയറ്റിയത്. ഈ മാളിക മുറി വിട്ട് പുറത്തിറങ്ങുമ്പോ അലർന്ന സിംഹം എന്ന പോലെ നിന്നെ വിഴുങ്ങിക്കളയാൻ അവൻ പൈശാചിക തലങ്ങൾ സെറ്റ് ചെയ്ത ചില പദ്ധതികളെ ജയിക്കേണ്ടവന് Oh, thank you, Jesus. Oh, Rabalaba, Shatara Prabal. ഈ പലരുടെ ആത്മീകത ചർച്ച കൊണ്ട് ഒതുങ്ങുന്നു. ഇവിടെ വരുമ്പോൾ ഭയങ്കര അന്യഭാഷയാണ്, ഇവിടെ വരുമ്പോൾ ഭയങ്കര ആരാധനയാണ്, ഇവിടെ വരുമ്പോൾ യേശുവിൻ്റെ ജീവനാ പ്രാണന, യേശുവിനെ പിരിഞ്ഞുള്ള ജീവിതം എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയത്തില്ല. ഇവിടെ വന്നാൽ എൻ്റെ ലൈഫിൽ കഷ്ടത വന്നാലും ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും. ചെറിയ തലവേദന മതി പ്രാർത്ഥന മുടക്കാൻ. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് വലിയ കഷ്ടത വന്നാലും നിങ്ങൾക്ക് വിഷമമാണ് ഞാൻ പറയുന്നത്. ഇത് യൂട്യൂബിലൊന്നും ഇടത്തില്ല. ഹല്ലേലൂയ. ആമേ. കഷ്ടത വന്നാലും ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുമെന്ന് വെച്ചാൽ പറയുന്നത്. പക്ഷേ തലവേദന മതി ആരാധന മുടക്കാൻ, കാലുവേദന മതി ആരാധന മുടക്കാൻ. നിങ്ങൾക്ക് സന്തോഷമാണോ? എന്തു പറയുന്നോ അത് ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ആത്മാവിനെ നാം ഈ ദിവസങ്ങളിൽ കയറി പിടിക്കണം. ആത്മാവിനോട് സഹായം ചോദിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കാം, നിങ്ങളെ ആരെയും മുറിവേൽപ്പിക്കാൻ വേണ്ടിയല്ല. ഇത് ഷോ കാണിക്കേണ്ട സ്ഥലമല്ല. ഇത് ക്രിസ്തുവിനോട് നിനക്കുള്ള സ്നേഹത്തെ ആഴമായി വെളിപ്പെടുത്തേണ്ട സ്ഥലമാണ്. Hallelujah. Man. പൗലോസിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട ശൂലം പൗലോസിന്റെ ആത്മീകതയെ ബാധിച്ചില്ല, പൗലോസിന്റെ പ്രാർത്ഥനയെ ബാധിച്ചില്ല, അല്ലേച്ചാ പൗലോസിന്റെ ദർശനത്തെ ബാധിച്ചില്ല, പൗലോസിന്റെ വെളിപ്പാടുകൾക്ക് ഒരു ഭംഗവും വന്നില്ല. ഹല്ലേലൂയ. അവസാനം വരെ ശൂലം ശരീരത്തിൽ നിന്ന് മാറിയിട്ടില്ല, ശൂലത്തിനകത്ത് സൗഖ്യമുണ്ടായിട്ടില്ല. പക്ഷെ പൗലോസ് പറയാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ശൂലം ശരീരത്തിൽ ഇരിക്കുമ്പോഴും പൗലോസിന്റെ ഓട്ടത്തെ ശൂലത്തിന് മുടക്കാൻ കഴിഞ്ഞില്ല. പൗലോസിന്റെ വിശ്വാസത്തെ ശൂലത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ കൈമാറാ, നിന്റെ ഭൗതിക തലത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതിസന്ധിയും നിന്റെ ആത്മീകതയെ ബാധിക്കാത്ത വിലകളിൽ ഒരു കരുത്തുള്ള ആത്മീകനാക്കി നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകത്തെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നിന്റെ മേൽ കൈമാറുകയാ. അവനെ വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് അതിരങ്ങളെ തുറന്ന് ഒരു രോഗത്തിനും ഒരു ശൂലത്തിനും ഒരു ശാരീരികമായ അസ്വസ്ഥതയ്ക്കും ഒരു ഹാർട്ടിന്റെ ബ്ലോക്കിനും ഒരു ക്യാൻസറിനും ഒരു ട്യൂമറിനും ഒരു കടബാധ്യതയ്ക്കും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നിന്നെ വേർപിരിക്കാൻ കഴിയാത്ത വിലകളിൽ ഇന്ന് രാത്രി നിന്റെ മേലൊരു അസാധാരണമായ അഭിഷേകം. ഞാൻ പറയട്ടെ, സ്പിരിറ്റ് ക്ലിയർ ആണെങ്കിൽ, ഈ അകത്ത് വ്യാപരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ, ആമേൻ, അവൻ ഒരിക്കലും യേശുവിനെ വിട്ടേച്ച് പോകാൻ പറ്റത്തില്ല. ഹലോ, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കയറുന്നതിന് മുമ്പ് പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ഹലോ, പക്ഷെ അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ പത്രോസ് നിറഞ്ഞ ശേഷം ബന്ധിക്കപ്പെട്ടിട്ടും യേശുവിനെ പ്രസംഗിച്ചു. ഹലോ,
അധികാരികൾ പറഞ്ഞു ഇനി യേശുവിനെ പ്രസംഗിക്കരുത്. അവിടുത്തെ പുരോഹിതന്മാർ പറഞ്ഞു ഇനി യേശുവിനെ പ്രസംഗിക്കരുത്. അവരെ അമർച്ച ചെയ്യാൻ ശ്രമം നടത്തി. പക്ഷേ പിറ്റേ ദിവസം പ്രഭാതത്തിൽ വീണ്ടും ഇതേ പത്രോസും കൂട്ടരും യേശുവിനെ പ്രസംഗിക്കുക. ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ അകത്ത് വ്യാപരിക്കുന്നവ യഥാർത്ഥമായ പരിശുദ്ധാത്മാവാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നിനക്ക് യേശുവിനെ ഉയർത്താൻ കഴിയും. കമോൺ, ഇന്ന് രാത്രി അവനെ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ചേർത്തടിച്ചോ, അതിരങ്ങളെ തുറന്നോ, ശബ്ദമുയർത്തിയോ. ഞാൻ എന്താ പറഞ്ഞു വന്നേ? പ്രവാചകൻ പറഞ്ഞു അവിടെ പോയാ ബന്ധിക്കപ്പെടുമെന്ന്, ജെറുസലേമിൽ പോയാ ബന്ധിക്കപ്പെടുമെന്ന്. പക്ഷെ പോയി ബന്ധിക്കപ്പെട്ടു. എന്നെ ചലിപ്പിച്ച ചിന്ത എന്താന്ന് ചോദിച്ചാൽ, ബന്ധനമെന്ന് കേട്ടിട്ടും മുട്ട് രണ്ട് കൂട്ടിയിടിച്ചില്ല, ബന്ധനമെന്ന് കേട്ടിട്ടും അധൈര്യപ്പെട്ടിട്ടില്ല, ബന്ധനമെന്ന് കേട്ടിട്ടും ഭയപ്പെട്ടില്ല, ബന്ധനമെന്ന് കേട്ടിട്ടും പിന്മാറിയില്ല. ഒരു യഥാർത്ഥ ആത്മീകന്റെ ലക്ഷണം ഇതാണ്. അവൻ അറിയാം, ഈ ജെറുസലേമിൽ വെളിപ്പെട്ടു വരുന്ന ബന്ധനം കൊണ്ട് അവസാനിക്കുന്ന ഒരു നിയോഗമല്ല എൻ്റെ മേൽ എൻ്റെ ദൈവം തുറന്നിട്ടിരിക്കുന്നത്. കാരാഗ്രഹം കൊണ്ട് അവസാനിക്കുന്ന ഒരു നിയോഗമല്ല എൻ്റെ മേൽ എൻ്റെ ദൈവം തുറന്നിട്ടിരിക്കുന്നത്. കപ്പൽ തകർച്ച കൊണ്ട് അവസാനിക്കുന്ന ഒരു നിയോഗമല്ല എൻ്റെ ദൈവം എൻ്റെ മേൽ തുറന്നിട്ടിരിക്കുന്നത്. എന്നെ റോമിൽ കൊണ്ട് നിർത്തുമെന്ന ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ കാരാഗ്രഹത്തിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ബന്ധനത്തിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, പോരാട്ടത്തിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, മന്ത്രവാദത്തിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ആ വിചാരത്തിന് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഇനി എന്തൊക്കെ സംവിധാനങ്ങൾ എനിക്കെതിരായി എഴുന്നേറ്റു വന്നാലും അതിനെ ഒന്നും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ട് ഒതുങ്ങുന്ന ഒരു നിയോഗമല്ല എൻ്റെ മേൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞ ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള റെവലേഷൻ ഇല്ലെങ്കിൽ ബന്ധനത്തിന്റെ അകത്ത് നീ സ്റ്റക്കായി പോകും. പക്ഷെ ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള റെവലേഷൻ നിനക്കുണ്ടെങ്കിൽ ബന്ധനത്തിനകത്ത് നീ സ്റ്റക്കാകത്തില്ല. ബന്ധിക്കപ്പെടുമ്പോൾ നിന്റെ ആവേശം കൂടും. നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയാമോ? ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള റെവലേഷൻ നമുക്കില്ല. രണ്ട്, നിത്യതയൊക്കെ വാ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും ദേഹം ദേഹി ആത്മാവിൽ ഇന്നേ വരെ ആ സാധനം കയറി പിടിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഒന്ന്, ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ എൻ്റെ മേൽ ദൈവം സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള റെവലേഷൻ എനിക്കില്ല. രണ്ട്, നിത്യതയൊക്കെ വാ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ദേഹം ദേഹി ആത്മാവിൽ നിത്യജീവൻ കയറി പിടിച്ചിട്ടുമില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? ബന്ധന വരുമ്പോൾ സ്റ്റക്കായി പോകുന്നു, ബന്ധന വരുമ്പോൾ നിലവിളിക്കുന്നു, ബന്ധന വരുമ്പോൾ കരയുന്നു, ബന്ധന വരുമ്പോൾ അസ്വസ്ഥരാകുന്നു, ബന്ധന വരുമ്പോൾ ഈ ആത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പേ ശിഷ്യന്മാർ നിലവിളിച്ചതുപോലെ, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. പക്ഷേ ഈ ഭൂമിയിൽ പൗലോസിനറിയാം എന്നെ റോമിൽ കൊണ്ടെത്തിക്കും. അപ്പൊ ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ പൗലോസിനായി ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള വെളിപ്പാട് ആ മനുഷ്യനുണ്ടായിരുന്നു. രണ്ട്, വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചുള്ള വെളിപ്പാട് ആ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബന്ധനങ്ങൾക്കകത്ത് അസ്വസ്ഥനായില്ല. ഇന്ന് രാത്രി എത്ര പേർ ആ നിലയിലുള്ള ഒരു ആത്മബലം ആഗ്രഹിക്കുന്നു? ആ നിലയിലുള്ള ഒരു ആത്മബലം ആഗ്രഹിക്കുന്നവർ ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചേ, ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചേ. ഞാൻ നിങ്ങളെ നോക്കി ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് കടബാധ്യത ഉണ്ടായിരിക്കാം. നീ വിശ്വസിക്കണം, അതിനെ എന്നെ ഒതുക്കാൻ പറ്റത്തില്ല.
നിന്റെ കാലിന് വേദന ഉണ്ടായിരിക്കാം. നീ വിശ്വസിക്കണം, അതിനെന്നെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കറിയാം, ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ എവിടെ വരെ എത്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തീർന്നില്ല. ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യമായ പാർപ്പിടത്തെക്കുറിച്ച്, നിത്യമായ ഭവനത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എൻ്റെ അകത്തുള്ളത് കൊണ്ട് കമോൺ, ശ്രദ്ധിക്കണം. അപ്പൊ എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ, മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന ഒന്നാണ് അല്ലേ? ഈ പൗലോസിന് ഈ മർമ്മം എങ്ങനെ വെളിപ്പെട്ടു? ഈ മർമ്മം വെളിപ്പെട്ടത് ജഡത്തിലല്ല, ആത്മാവിലാണ്. ഹലോ, ആമേൻ. ആത്മാവിലാണ് എന്ത് വെളിപ്പെട്ടത്? ഈ മർമ്മം വെളിപ്പെടാൻ പൗലോസ് കൊടുത്ത വില എന്താണ്? ലോ, തനിക്ക് സമ്പത്തുണ്ടായിരുന്നു, തനിക്ക് ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ പ്രശംസിക്കാൻ ഒരുപാട് ക്വാളിഫിക്കേഷനുകൾ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ചവറെണ്ണിയപ്പോഴാണ് സ്വർഗീയമായത് തൻ്റെ മേൽ തുറക്കപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പറയാ, സ്വർഗീയമായത് ആഗ്രഹിക്കുന്നോ? സ്വർഗീയമായത് ആഗ്രഹിക്കുന്നോ? ഭൂമിയിലുള്ളവനെ ചവറെണ്ണാൻ തയ്യാറാകണം. അവൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് കാർ വേണ്ടെന്നല്ല, വീട് വേണ്ടെന്നല്ല, ഹല്ലേലൂയ, പ്രൊമോഷൻ വേണ്ടെന്നല്ല, ഫൈനാൻഷ്യലി ബ്രേക്ക് ത്രൂ വേണ്ടമല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ വേണം. പക്ഷെ ഈ നിന്റെ ഹൃദയം അതിലാകരുത്. ഹല്ലേലൂയ. നിന്റെ ജോലിക്കകത്ത് പ്രശ്നം വരുമ്പോൾ നിന്റെ പ്രാർത്ഥന കുറയരുത്. നിന്റെ ഫൈനാൻസ് മേഖലയ്ക്കകത്ത് പ്രശ്നം വരുമ്പോൾ നിന്റെ പ്രാർത്ഥന കുറയരുത്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നീ പ്രതീക്ഷിച്ച വാതിലുകൾ അടയപ്പെടുമ്പോൾ അത് നിന്റെ പ്രാർത്ഥനയെ ബാധിക്കരുത്. അങ്ങനെ ഒരു ആത്മബലത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മുടെ മേൽ തുറക്കാൻ ആഗ്രഹിക്കുക. അവനെ വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അബ്രഹാമിനെ വിളിച്ചപ്പോൾ നീ നിന്റെ ചാർച്ചക്കാരും പിതൃഭവനൊക്കെ വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടണം. ഈ ശബ്ദം പറഞ്ഞിട്ട് പിന്നെ എല്ലാം പറഞ്ഞത് അനുഗ്രഹമാണ് അല്ലേ? നിന്റെ പേരിനെ ഞാൻ വലുവാക്കും അല്ലെ, ഭയങ്കര അനുഗ്രഹമാണ്. പക്ഷെ പൗലോസിനെ ദൈവം വിളിച്ചപ്പോൾ പൗലോസിനോട് ദൈവം പറഞ്ഞത് അനുഗ്രഹം അല്ലായിരുന്നു. ഹലോ, അനന്യാസിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ നാമത്തിന് വേണ്ടി ഒരുപാട് കഷ്ടത അനുഭവിക്കേണ്ട വ്യക്തിയാണ്. സ്തോത്രം. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും, നമ്മളെല്ലാവരും മാനിക്കും, ഒരു സംശയമില്ല. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഈ അവസ്ഥയിൽ തന്നെ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ അപ്പോൾ തന്നെ ഒരു കാര്യം തിരിച്ചറിയണം, ഈ ഭൗമമണ്ഡലത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരുന്ന വേരിയേഷനുകളല്ല എൻ്റെ സ്പിരിച്വൽ രഥത്തെ നിയന്ത്രിക്കേണ്ടത്. ഭൗമമണ്ഡലത്തിൽ എന്തു സംഭവിച്ചോട്ടെ, ഞാൻ എൻ്റെ ആത്മബലത്തിൽ ഉറച്ചു നിൽക്കും. എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ട ആത്മബലത്തിൽ അതിശക്തിയോടെ ഞാൻ ചലിക്കുമെന്ന് എല്ലാവരൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ അനുഗമിച്ച പുരുഷാരം, ഈ അനുഗമിച്ച പുരുഷാരത്തിൽ ഒരു 100% ഉണ്ടെങ്കിൽ 75% ഈ അത്ഭുതങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്തവരാണ്. ഞാൻ ഇപ്പോഴും പറയാം, യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും, ചെയ്തിരിക്കും. പക്ഷെ അവൻ്റെ അകത്തൊരു 12 പേരുണ്ടായിരുന്നു. ഈ 12 പേർക്ക് അറിയാം നന്നായിട്ട് യേശു അത്ഭുത മന്ത്രിയാണെന്ന്, വീരനാം ദൈവമാണെന്ന്. 12 വർഷമുള്ള രോഗത്തെ സൗഖ്യമാക്കാൻ എൻ്റെ യേശുവിന് കഴിയും. 38 വർഷം പഴക്കമുള്ള രോഗത്തെ സൗഖ്യമാക്കാൻ എൻ്റെ യേശുവിന് കഴിയും. 40 വർഷമുള്ള രോഗത്തെ സൗഖ്യമാക്കാൻ എൻ്റെ യേശുവിന് കഴിയും. 18 വർഷം പഴക്കമുള്ള രോഗത്തെ സൗഖ്യമാക്കാൻ എൻ്റെ യേശുവിന് കഴിയും. ഇനി എത്ര കൊടികെട്ടിയ മന്ത്രവാദി കെട്ടിയാലും എൻ്റെ യേശുവിന് അഴിക്കാൻ പറ്റും. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പത്രോസ് പറയും, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ അകത്തേക്ക് ആവേശം കൊണ്ടുവരുന്നത് ഇതൊന്നും അല്ല. ഞങ്ങളുടെ അകത്തേക്ക് ആവേശം കൊണ്ടുവരും നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലുണ്ട്.
ഇന്ന് രാത്രിയിലും ഞാൻ ആത്മാവിൽ കൈമാറാ. നിന്റെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുമ്പോൾ തന്നെ, നിന്റെ ആവശ്യങ്ങൾക്കകത്ത് അവൻ അത്ഭുതം ചെയ്യുമ്പോൾ തന്നെ, നിനക്ക് വേണ്ടി വിശാലമായ വാതിലുകളെ എന്റെ യേശു തുറക്കുമ്പോൾ തന്നെ ഒരു കാര്യം നീ മറക്കരുത്. ഇതൊന്നുമല്ല എന്റെ ആരാധനയുടെ വെളിപ്പാട്, ഇതൊന്നുമല്ല എന്റെ പ്രാർത്ഥനയുടെ വെളിപ്പാട്, ഇതൊന്നുമല്ല എന്റെ ആത്മീയതയുടെ വെളിപ്പാട്. ഹല്ലേലൂയ! എന്റെ ആത്മീയതയുടെ വെളിപ്പാട്, നിത്യജീവന്റെ മൊഴികൾ യേശുവിന്റെ പക്കലുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പൗലോസിനെ പോലെ എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം ഹല്ലേലൂയ പ്രസ്താവിപ്പാൻ, വചനത്തിന്റെ വാവിൽ തുറക്കപ്പെടാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ഉയർന്നു വരുന്ന ഒരു പ്രതിസന്ധികൾക്കു നിന്റെ അകത്തെ മനുഷ്യനെ തൊടാൻ കഴിയാത്ത വിലകളിൽ ഇന്ന് രാത്രി നിന്റെ മേലൊരു ആത്മബലത്തെ ദൈവാത്മാവ് തുറക്കുക.